ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലൈഗോ എന്ന് ഇംഗ്ലീഷിൽ പറയും. യെസ്. അപ്പം ഈ അസുഖം, ഈ രോഗം ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണോ, അതോ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡെവലപ്പ് ആവാവുന്ന ഒരു രോഗമാണോ ഈ വിറ്റിലൈഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്? വിറ്റിലിഗോ, വെൺപാട്, വെള്ളക്കുട്ടം, അതല്ലെങ്കിൽ ശ്വേതകുഷ്ഠം, സംസ്കൃതത്തിൽ തന്നെ കിട്ടിഭം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ആയുർവേദ ദിശയിൽ ഇത് ട്രഡീഷണലി വരുന്നതല്ല. അതായത് സുശ്രുതത്തിലും അതുപോലെ ഡൽഹണ വ്യാഖ്യാനത്തിലും ഒക്കെ പറയാറുണ്ട്, ഇതൊരിക്കലും പരമ്പരയാ വരുന്ന രോഗമല്ല. അച്ഛനുള്ളെന്നോ അച്ഛനോ അമ്മയുടെയും ദേഹത്ത് ഫുള്ളുണ്ടെങ്കിലോ അതൊരിക്കലും ഉണ്ടാകുന്ന 10 മക്കളിൽ ഒരാൾക്ക് പോലും അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ പകരത്തില്ല. അങ്ങനെ ഉണ്ടാകുന്നതല്ല ഈ രോഗം. പിന്നെ പലപ്പോഴും അച്ഛനോ അമ്മയോ വെക്കുന്ന ആഹാരമായിരിക്കും, അല്ലെ അമ്മ വയ്ക്കുന്ന ആഹാരമായിരിക്കും കുട്ടികളെല്ലാവരും കഴിക്കുക. അപ്പോൾ ആ ഫുഡ് പാറ്റേൺ ഉള്ളതിൽ കഴിക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരു എന്താ പറയുക, ദേഹത്തൊരു ഇമ്മ്യൂണിറ്റിയുടെ കുറവുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ വരാം. അങ്ങനെ വരുന്നതാണ്. അതല്ലാതെ ഇത് അച്ഛനിൽ നിന്നും അമ്മയിലോട്ട് വരുന്നതല്ല. ചിലർ പറയാറുണ്ട് എൻ്റെ ഉമ്മുമ്മാക്കുണ്ടായിരുന്നു എന്ന് പറയും. കാര്യം ഉമ്മുമ്മ വെക്കുന്ന ആഹാരമാണ് അവർ ഫോളോ ചെയ്യുന്നു. അത് ചിലപ്പോൾ വിരുദ്ധാഹാരം എന്ന് പറയും. അതുപോലെ മറ്റൊന്നാണ് അധ്യശനം എന്ന് പറയും. ആഹാരം ഒന്ന് കഴിച്ചതിന് ശേഷം അത് ദഹിക്കുന്നതിന് മുമ്പ് മറ്റാഹാരം കഴിക്കുക. രണ്ട്, ആ കഴിക്കുന്ന ആഹാരം ആദ്യത്തിൽ നിന്ന് വിരുദ്ധമായിരിക്കുക. അപ്പം നമുക്കറിയാം, പാല് കഴിച്ചിട്ട് ഉടൻ തന്നെ നാരങ്ങ വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ അത് പിരിയും. അതെ, തീർച്ചയായും. പാല് കഴിച്ചിട്ട് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ സിട്രസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, മോരോ തൈരോ നാരങ്ങയോ ഇലിമ്പിക്കയോ ചാമ്പയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ ദഹിക്കുന്നതിന് മുമ്പാണെങ്കിൽ അത് പിരിയും. അത് വയറിനകത്ത് നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കിന്നിനെ ആശ്രയിച്ച രോഗങ്ങളെ ഉണ്ടാക്കാം. മെയിൻലി വരുന്ന വെള്ളപ്പാണ്ടാണ്.